നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 4 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ഗ്യാസ് സബ്സിഡി വീണ്ടും വരികയാണ്. ആർക്കെല്ലാമാണ് സബ്സിഡി ലഭിക്കുക, അതിനെന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം, എത്ര കുട്ടികൾക്കാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ 4 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമ്മൾ സബ്സിഡി തുക കഴിച്ച ബാക്കി പണം മാത്രമായിരുന്നു നമ്മൾ ഗ്യാസ് ഏജൻസിയിലേക്ക് നൽകിയിരുന്നത്. അന്ന് നമുക്ക് 400-500 രൂപയ്ക്ക് ഗ്യാസ് കുറ്റി ലഭിച്ചിരുന്നു. പിന്നീട് സർക്കാർ നയപരമായ ഒരു തീരുമാനമെടുത്തു. സബ്സിഡി ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ള തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പണം നമ്മുടെ അക്കൗണ്ടിൽ വരികയും നമ്മൾ ആ പണം എടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ബുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അടക്കുകയെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നീട് 4 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് സബ്സിഡി ലഭിക്കാതെയായി നമ്മൾ മുഴുവൻ പണവും നമ്മൾ നൽകേണ്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗ്യാസ് സബ്സിഡി വരികയാണ്. വർഷത്തിൽ 9 കുറ്റികൾ ഉള്ള ആളുകൾക്കായിരിക്കും ഈ സബ്സിഡി ലഭിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന കുറ്റിക്ക് സബ്സിഡി ലഭിക്കുകയില്ല. ഈ സബ്സിഡി ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്റ്ററിങ്. നമുക്കറിയാം, നമ്മുടെ ഗ്യാസും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫിംഗർ ചെയ്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കണം. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ഈ മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് ഗ്യാസ് സബ്സിഡി ലഭിക്കുകയുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ചെന്നും ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഇതിനെല്ലാം അവസരം നൽകിയിരുന്നു. ഇപ്പോഴും അതിന് അവസരമുണ്ട്. ഇപ്പോഴും സബ്സിഡി ലഭിക്കാത്ത ആളുകൾ, ഇനി അങ്ങോട്ട് സബ്സിഡി ലഭിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. ഇതിൽ തന്നെ വിദേശത്തുള്ള ആളുടെ പേരിൽ ഗ്യാസ് കണക്ഷൻ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ്റെ പേര് നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ പേരിലേക്ക് മാറ്റേണ്ടി വരും. അത് മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്സിഡിക്ക് വേണ്ടി അല്ലെങ്കിൽ മസ്റ്റിങ്ങിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക, മസ്റ്റിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ ഗ്യാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ആ അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പല ആളുകൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിക്കാത്തതിൻ്റെ കാരണം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തതാണ്. ഈ ഒരു സബ്സിഡി മാത്രമല്ല, പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ അവർക്ക് 1300-1400 മാത്രം പെൻഷൻ ലഭിച്ച് കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിനെല്ലാം കാരണം നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാതെ KYC പൂർത്തിയാക്കാത്ത അക്കൗണ്ടുമുണ്ട്. ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിഹിതം വരികയില്ല. നിർബന്ധമായിട്ടും സബ്സിഡി വേണ്ടവർ, അത് പെൻഷനായാലും ശരി അല്ലെങ്കിൽ ഗ്യാസ് സബ്സിഡി ആയാലും ശരി, നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു കാര്യം പൂർത്തിയാക്കണം. ബാങ്കിൽ KYC പൂർത്തിയാക്കാത്ത ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിഹിതം ലഭിക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.